അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വഹബീബിനാ വനബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വനുഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ അധ്യക്ഷ സുഹൃത്ത് ഷിഹാബ് പൂക്കോട്ടൂർ സാബ്, കെ യൂസുഫ് ഉമരി സാബ്, ജില്ലാ പ്രസിഡന്റ് സലീം സാബ്, ആർ യു സാഹിബ്, വാഹിദ് ചുള്ളിപ്പാറ, വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും മേൽനോട്ടവും മാർഗദർശനമൊക്കെ സദാ ലഭിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ ഫലപ്രദമായി തീരുവാൻ, പ്രയോജനകമായി തീരുവാൻ, പരലോകത്ത് പ്രതിഫലാർഹമായി തീരുവാൻ പ്രപഞ്ചനാഥൻ തുണയ്ക്കുമാറാവട്ടെ. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഒരു സംവാദ സദസ്സാണ് ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ സർഗാത്മകമായ സംവാദം ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ പേജുകളിലൂടെയും സ്റ്റേജുകളിലൂടെയും നിരന്തരമായി വ്യത്യസ്ത വീക്ഷാഗതിക്കാരുമായി സൗഹൃദപൂർവമായ സംവാദം നടത്തി പോന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം സ്ഥാപിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മർഹൂം ഹാജി സാഹിബും ടി കെ അബ്ദുള്ള സാഹിബും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് സ്റ്റേജുകളിലെ പ്രഭാഷകനായിരുന്ന മായ മൗലവി കയറി വന്ന് എനിക്ക് ചിലത് പറയാനുണ്ട്, അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുകൊള്ളൂ എന്ന് അനുവാദം കൊടുത്തുകൊണ്ട് സ്വന്തം സ്റ്റേജിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മൗലവിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ് കേരളത്തിൽ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഭൗതികവാദികളുമായി, കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുമായി, യുക്തിവാദികളുമായി, അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുമായി നിരന്തരം സംഭാഷണം നടത്തി പോന്നിട്ടുണ്ട്. 50-കൾ മുതൽ ഏതാണ്ട് 80 വരെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരും നേതാക്കളുമൊക്കെ ധാരാളം സംവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ശരീഅത്ത് സംവാദകാലത്ത് കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലുമൊക്കെ അത്തരം ധാരാളം സിമ്പോസിയങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 1990-കളോടെ സോഷ്യലിസ്റ്റ് നാടുകൾ, കമ്മ്യൂണിസ്റ്റ് നാടുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ആശയപരമായ ദാരിദ്ര്യത്തിന് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അടിപ്പെടുകയും ചെയ്തപ്പോൾ അവർ സ്റ്റാലിസത്തിൻ്റെ വക്താക്കളായി മാറുകയും എല്ലാ ജനാധിപത്യപരമായ മര്യാദകളെയും നിലപാടുകളെയും മൂല്യങ്ങളെയും തീർത്തും നിരാകരിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. സംവാദത്തിന് പൂർണ്ണമായും അവരുടെ ഭാഗത്തുനിന്ന് സഹകരണാത്മകമായ സമീപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിലെ CPM ഒക്കെ അവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സോഷ്യലിസത്തിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറുകയും മുതലാളിത്ത താല്പര്യങ്ങളുടെ സംരക്ഷകരായി മാറുകയും ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ മുതലാളിത്തപരമായ വികസന പദ്ധതികളുടെ വക്താക്കളും അതിൻ്റെ പ്രയോക്താക്കളുമായി മാറി. അതിനെ എതിർക്കുന്നവരെ മതമൗലികവാദികളായും ഭീകരരായും വികസന വിരുദ്ധരായുമൊക്കെ മുദ്രകുത്തുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നു. പരമ്പരാഗതമായി കേരളീയ സമൂഹം പുലർത്തിപ്പോന്നിരുന്ന മത, ധാർമ്മിക, സദാചാര മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് തികഞ്ഞ അരാജകത്വവും ജീർണതയും പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് മതന്യൂനപക്ഷങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും
പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാനും സവർണ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള സമീപനം സ്വീകരിച്ചു. ലോകത്തുടനീളം മുതലാളിത്ത സാമ്രാജ്യ ശക്തികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആശയത്തിൻ്റെ വക്താക്കളായി കേരളത്തിൽ അവരും പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം സംഘപരിവാറിന് സമാനമായ സമീപനം കേരളത്തിൽ അവർ സ്വീകരിച്ചു വരുന്നത്. അവസാനത്തെ ഒരു ഉദാഹരണമാണല്ലോ പള്ളികളുമായി ബന്ധപ്പെട്ട ഒക്കെ സ്വത്തുക്കളുടെ കാര്യം. പള്ളിയിൽ പറയുന്നത് വർഗീയതയാണെന്ന് പറഞ്ഞാൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ലവ് ജിഹാദിനെ പ്രഖ്യാപനം നടത്തിയ, അതിനെക്കുറിച്ച് പ്രചാരണം നൽകിയ ക്രൈസ്തവ സഭയിലേക്ക് കയറിച്ചെന്ന് അഭിനന്ദിക്കാൻ സ്വന്തം മന്ത്രിയെ പറഞ്ഞയച്ചത്. വളരെ വിവേചനപരമായ നിലപാട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പോവുകയുണ്ട്. ഈ സാഹചര്യം ജമാഅത്ത് ഇസ്ലാമിക്ക് ആവശ്യപ്പെടാനുള്ളത് തെറ്റ് തിരുത്തണമെന്നാണ്. നീണ്ട മതമൈത്രിയുടെയും സമുദായ സൗഹാർദ്ദത്തിൻ്റെയും പാരമ്പര്യമുള്ള കേരളത്തെ സാമുദായികമായി ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന, വെറുപ്പും വർഗീയ വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുന്ന സംഘങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന, കേരളത്തിൻ്റെ സ്വൈരജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സമീപനം തീർച്ചയായും CPM അവരുടെ നേതൃത്വ ഭരണകൂടവും തിരുത്തേണ്ടതുണ്ട്. അത് ഈ രാജ്യത്തെ എത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിക്കുക എന്ന് അല്പം ആലോചിക്കുന്ന ഏവർക്കും അറിയാം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയ സംവാദ മേഖലയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ പാരമ്പര്യത്തിലേക്ക് തന്നെ മടങ്ങി ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തിനു മുമ്പിൽ ചില വസ്തുതകൾ തുറന്നു പറയാൻ നിർബന്ധിതമായത് അല്ലെങ്കിൽ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസവും നാസ്തികതയും വിലയിരുത്തപ്പെടുകയും ഇസ്ലാമിനെ അതിൻ്റെ സാധ്യതയും സാധുതയും തെളിയിച്ച് കാണിക്കുകയും ചെയ്യുന്ന പരിപാടിയിലാണ് നാം ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, ജീവിത രീതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമുമായി തീർത്തും വിയോജിപ്പുള്ള രണ്ട് ആശയങ്ങളെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ കമ്മ്യൂണിസവും നാസ്തികതയും ഉൾപ്പെടെ എല്ലാ ഭൗതിക ദർശനങ്ങളും മനുഷ്യൻ ആരെന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇതര ജീവജാലങ്ങളുടെ തുടർച്ചയായി പകർച്ചയായി പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു ജന്തുവാണ് മനുഷ്യനെന്ന. അതുകൊണ്ടാണ് കേരളത്തിൽ വരും തലമുറയ്ക്ക് മനുഷ്യനെക്കുറിച്ച് പഠിപ്പിക്കാൻ എഴുതപ്പെട്ടൊരു പുസ്തകമുണ്ട്. ചിന്താ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ബാലസംഘം എന്തിന് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് ഒരുപക്ഷെ ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ പരിണാമവാദി VS രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം കഥ പറയുന്നു എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ചിമ്പാൻസിയിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറി വന്നൊരു ജന്തുവാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്നാൽ ചിന്താ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകം അതിലെ കഥ കൂടി വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ പൂർവികന്മാരായ കുരങ്ങന്മാർ വനാന്തരങ്ങളിലെ വൃക്ഷത്തലപ്പ് ഓടിച്ചാടി നടക്കുകയായിരുന്നു. അവിടെ പഴങ്ങൾ പറിച്ചിന്നാണ് ജീവിച്ചിരുന്നത്. അവ കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ തൂങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകളിലെ പഴം മെല്ലെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി വടിയെടുത്ത് പിടിച്ചു, എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി കല്ലെടുത്തു. അങ്ങനെ ദീർഘകാലം മുന്നിലെ കാലുകൾ ഇങ്ങനെ കൈകളെപ്പോലെ ഉപയോഗിച്ചപ്പോൾ അവ കൈകളായി മാറി. രണ്ട് കാലുകൾ എഴുന്നേറ്റിന്നപ്പോൾ വാലറ്റുപോയി, രോമം കൊഴിഞ്ഞുപോയി, താടിയല്ല് വളർന്നു, നട്ടെല്ല് നിവർന്നു. അങ്ങനെ വാനരൻ നരനായി എന്നാണ് വരും തലമുറ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ബാലസംഘം എന്തിനെന്ന പുസ്തകത്തിൽ എഴുതിയത്. അത് കാൾ മാർക്സിനോടൊന്നിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയ ഫ്രെഡറിക് ഏംഗൽസ് പറഞ്ഞ ഇതേ ആശയത്തിൻ്റെ മറ്റൊരു ഭാഷയാണ്. ഏംഗൽസ് പറഞ്ഞത്, ഫ്രെഡറിക് ഏംഗൽസ് എഴുതിയത് ദ ഇൻഫ്ലുവൻസ് ഓഫ് വർക്ക് ഇൻ ഡെവലപ്ഷൻ ഓഫ് മാൻ എന്ന കൃതിയിൽ എഴുതിയത് മനുഷ്യൻ്റെ കൈ ജോലിയെടുക്കാനുള്ള ഉപകരണം മാത്രമല്ല, അത് ജോലിയുടെ ഉൽപ്പന്നം കൂടിയാണ്. തൊഴിലൂടെ അതിന് വമ്പിച്ച വികാസം നേടി. അത് റാഫേലിൻ്റെ ചിത്രങ്ങളും ടോഡ്വാർട്സൻ്റെ ശില്പങ്ങളും പഗാനിയുടെ സംഗീതവും രചിക്കാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഏംഗൽസിനെ പോലെ മഹാനായ ദാർശനികനാണെങ്കിലും ഇത് പരമാബദ്ധമാണെന്ന് സാമാന്യ ബുദ്ധികൾക്ക് പോലും മനസ്സാക്കാൻ കഴിയും. കാരണം കൈകളുള്ള എല്ലാവരും ചിത്രം വരക്കാറില്ല, സംഗീതം രചിക്കാറില്ല, ശില്പങ്ങൾ നിർമ്മിക്കാറില്ല. കൈകളില്ലാത്തവരും ചിത്രം വരക്കാറുണ്ട്, സംഗീതം രചിക്കാറുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അഥവാ ഒരു ജന്തുവാണെന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മാവിനെ അവ അംഗീകരിക്കുന്നില്ല, ഒരു ഭൗതിക ദർശനം അംഗീകരിക്കുന്നില്ല. മാർക്സിസം ഉൾപ്പെടെ നാസ്തികത ഉൾപ്പെടെ ഒരു ഭൗതിക ദർശനവും മനുഷ്യാത്മാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. മനസ്സിനെക്കുറിച്ചോ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച CS രാമചന്ദ്രൻ എഴുതിയ പുസ്തകം, ഏതാണ്ട് 500ഓളം പേജുകൾ പുസ്തകത്തിൽ അദ്ദേഹം ശരീരത്തിൻ്റെ വികാസത്തിലൂടെ വളർച്ചയിലൂടെ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ 1.5 ലക്ഷം വർഷം മുമ്പ് മനുഷ്യ മസ്തിഷ്കത്തിൽ പെട്ടെന്ന് വലിയ മാറ്റമുണ്ടായി. അങ്ങനെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയിലൂടെ 700 തലച്ചോറുള്ള ആൾക്കുരങ്ങിന് 300 ഗ്രാം തലച്ചോറ് കൂടി കൂടുതൽ കിട്ടിയപ്പോൾ ഉണ്ടായതാണ് മനസ്സ് എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഒരു വസ്തു മനസ്സിലാക്കണം, കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക ദർശനങ്ങളും മനുഷ്യനെക്കുറിച്ചുള്ള ഈ പഠനത്തിൻ്റെ അവസാനത്ത് എന്തെത്തി എന്നതിന് CS രാമചന്ദ്രൻ തന്നെ എഴുതിയ മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് എഴുതിയ അവസാനത്തെ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വരി പറയുന്നത് മറ്റൊന്നുമല്ല, അത് മസ്തിഷ്കത്തെയും അത് സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തെയും എത്ര ആഴത്തിൽ മനസ്സിലാക്കിയാലും ഉൽപ്പത്തിയെ സംബന്ധിച്ച ആത്യന്തികമായ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന് അതിന് മറുപടി നൽകാൻ കഴിയുകയില്ല എന്ന കാര്യം സമ്മതിച്ചുകൊണ്ടാണ് 500ഓളം പേജുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വികാസത്തെക്കുറിച്ച് രാമചന്ദ്രൻ ഈ പുസ്തകം തന്നെ അവസാനിപ്പിക്കുന്നു. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി നേതാവായ രവിചന്ദ്രനാണ് എന്ന കാര്യവും മറക്കാവതല്ല. ഈ ഒരു അബദ്ധ ധാരണയിലാണ് ഈ ആശയം തന്നെ വളർത്തിയെടുത്തപ്പെട്ട് സ്വാഭാവികമായി ഇതിൻ്റെ ഫലമായി എന്താ സംഭവിക്കാം? അതിൻ്റെ ഫലമായി മനുഷ്യ ജീവിതത്തെക്കുറിച്ച കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. അവനൊരു ജന്തുവാണെങ്കിൽ മതസമൂഹങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിലൂടെ ദൈവവിശ്വാസികൾ വളർത്തിയെടുത്ത എല്ലാ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും അതോടുകൂടി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യൻ ആദരണീയനായ സൃഷ്ടിയാണ്. അവൻ ശരീരം മാത്രമല്ല ഉള്ളത്, അവന് ബുദ്ധിയുണ്ട്, അവന് ബുദ്ധിയുടെ ഫലമായുണ്ടാകുന്ന മനസ്സുണ്ട്, ആത്മാവുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി ഇതര ജീവജാലങ്ങൾക്ക് ഇല്ല എന്നും മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയാണ് അവന് വളരാനുള്ള വഴിയൊരുക്കുന്നതെന്നും വലക്കത് കറംന ബനി ആദം, മനുഷ്യപുത്രനെ നാം ആദരിച്ചിരിക്കുന്നു. മാത്രമല്ല അതിന് കാരണവുമായി പറഞ്ഞതെന്താ? മനുഷ്യനെ കരയിലും കടലിലും മനുഷ്യൻ സഞ്ചരിക്കാൻ കഴിയുന്ന, അഥവാ ജന്മനാ ദുർബലനായ മനുഷ്യൻ അല്പം വളർന്ന് വലുതാകുമ്പോൾ ജന്മനാ മനുഷ്യൻ ഒരുപക്ഷെ ഇതര ജീവജാലങ്ങളെക്കാൾ വളരെ ദുർബലനാണ്. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കോഴിക്കുഞ്ഞിന് വെള്ളാരങ്കല്ലും അരിമണിയും തിരിച്ചറിയുമെങ്കിൽ മനുഷ്യക്കുഞ്ഞിന് സ്വന്തം മലം പോലും തിരിച്ചറിയാൻ കഴിയുകയില്ല. ആ നിസ്സഹായതയിൽ നിന്ന് വളർന്ന് വലുതായി തന്നെക്കാൾ എത്രയോ കരുത്തുള്ള ആനയെ കീഴ്പ്പെടുത്തി മെരുക്കിയെടുത്ത് അനുസരിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ വളർത്തിയുയർത്തിക്കൊണ്ടുവരുന്ന അവൻ വിശേഷ ബുദ്ധിയും അവൻ കണ്ടെത്തിയ ഉപകരണങ്ങളുമാണ്. ഈ മനുഷ്യൻ്റെ വളർച്ചയിൽ, പുരോഗതിയിൽ, വികാസത്തിൽ വമ്പിച്ച പങ്കുവഹിച്ച മനുഷ്യൻ്റെ മനസ്സ് കേവലമായ ശാരീരിക പരിവർത്തനത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ് എന്ന ഭൗതിക ദർശനം, പരിണാമ സിദ്ധാന്തം അല്പമൊന്നും സൂക്ഷ്മമായി പഠിക്കാത്തവർക്ക് പോലും അതിന് അബദ്ധം മനസ്സിലാക്കാൻ കഴിയും. പിന്നീടുള്ള മനുഷ്യൻ നിയന്ത്രണ കഴിവാണ്, സംയമന കഴിവാണ്, അവൻ്റെ ആത്മീയ അംശമാണ്. അല്പം പഠിച്ചവർക്കറിയാം കലയും സാഹിത്യവും മൂല്യങ്ങളും എല്ലാം ആത്മീയമാണ്. മാത്രമാണ് മനുഷ്യൻ്റെ വികാരങ്ങളും അങ്ങനെയാണ്. ഏതൊരു നാസ്തിക ദാർശനികളോടും ഏതൊരു കമ്മ്യൂണിസ്റ്റോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, എല്ലാം വിശകലനങ്ങൾക്ക് വിധേയമാണ്, ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാണെന്ന് പറയുന്നവരോട് എന്താണ് സ്നേഹമെന്ന് ചോദിച്ചു നോക്കൂ. മാതാവിനെയും ജീവിത പങ്കാളിയെയും മകളെയും മകനെയും നാടിനെയും സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ സ്നേഹത്തിന് അംശങ്ങൾ എത്രയൊന്ന് അന്വേഷിച്ചു നോക്കൂ. ആ സ്നേഹത്തെക്കുറിച്ച് നിർവചനം ചോദിച്ചു നോക്കൂ. സ്നേഹം, കോപം, സന്തോഷം, സന്താപം, അഭിമാനം, അപമാനം തുടങ്ങിയ മനുഷ്യൻ്റെ ഒരു ആത്മീയ വികാരവും നിർവചനങ്ങൾക്ക് വിധേയമല്ല എന്നതാണ് വസ്തുത. അതിനാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും അവസ്ഥ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്ന് വികസിക്കുമ്പോൾ, പുരോഗതി പ്രാപിക്കുമ്പോൾ മനുഷ്യരാത്മാവിൻ്റെ സംഭാവന, അവൻ്റെ സർഗവാസനയുടെ ഫലമായി രൂപം കൊള്ളുന്ന സാഹിത്യവും കലയും ഒരിക്കലും അങ്ങനെ ക്രമബദ്ധിതമല്ല. വളർന്ന് വികസിക്കുന്നതിന് ക്രമാനുഗതിത്വം അതിലില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. അഥവാ മനുഷ്യൻ ഈ ആത്മാവും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്നത്. അതിനാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചപ്പാടിന് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്: എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? മനസ്സും ആത്മാവും ഇല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമാണല്ലോ മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമായി മാറുക. അപ്പോഴാണ് അത് ശാരീരിക താല്പര്യങ്ങളുടെ സംരക്ഷണമായി മാറുന്നത്. മാർക്സ് നോക്കിക്കണ്ടപ്പോൾ വയറാണ് മാർക്സ് കണ്ടതെങ്കിൽ ഫ്രോയിഡ് കണ്ടത് ലൈംഗികതയാണ്. വിശപ്പാണ് മാർക്സിനെ അലോസരപ്പെടുത്തിയെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ അലോസരപ്പെടുത്തിയ ലൈംഗികതയായിരുന്നു എന്ന് മാത്രം.
ഭൗതിക താല്പര്യമാണ്. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക. അതിനപ്പുറം ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവുകയില്ല. അതുകൊണ്ടാണല്ലോ മാർസ് തൻ്റെ ഏറ്റവും വലിയ ആഹ്വാനം നടത്തും. The politician is nothing to us but their chains. They have world between working men of all world unite. അതിലൂടെ നേടിയിരിക്കുന്ന എന്തെന്ന് കേരളത്തിലെ 50കളിലും 60കളിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർക്കറിയാം. നമ്മൾ കൊയ്യും വയലുകളിലും നമ്മുടേതാവും പൈങ്കിളിയെ. അഥവാ ഭൗതിക താല്പര്യങ്ങളിൽ ശരീര താല്പര്യങ്ങൾ കേന്ദ്രീകൃതമായിരുന്നു. മലയാള കവി പാടിയതുപോലെ ജീവിതം മഹാ തേനെ പോലുള്ള ജീവിതം മഹാ കിതക്കുന്നു മന്മനം. എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ചീടണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. എന്നും ഇതിൻ്റെ ലഹരിയിലാണെന്ന തുന്നിരാമൻ മൊഴി പറക്കണം. തിന്ന, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക. അതിലപ്പുറം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. അതുകൊണ്ടോ മരണത്തോടെ ജീവിതം ഒടുങ്ങും. ശരീരം മാത്രമാണെങ്കിൽ ആ മനുഷ്യ ശരീരം മണ്ണിൽ വെച്ചാൽ പുഴു തിന്നും, ചേൽ വെച്ചാൽ ചാരമായി മാറും. അത് പാഴ്സികൾ ചെയ്യുന്നത് പോലെ മരക്കൊമ്പിലിട്ടാൽ പക്ഷികൾ തിന്നുപോകും, കടലിലാണെങ്കിൽ മത്സ്യം തിന്നുപോകും. അതാണ് ശരീരം. അതിനാൽ തന്നെ മനുഷ്യജീവൻ മരണത്തോട് ഒടുങ്ങുമെന്നാണ് കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക ദർശനങ്ങളും പറയുന്നത്. അതിനപ്പുറം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. അതേസമയം ഇസ്ലാം തീർച്ചയായും മനുഷ്യനെക്കുറിച്ച് കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസത്തിൽ നിന്ന്, എപ്രകാരം നാസ്തികതയിൽ നിന്ന്, എല്ലാ ഭൗതിക ദർശനത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിൻ്റെ വിശ്വാസം വ്യതിരിക്തമായി മാറുന്നു. അപ്രകാരം മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യത്തിന് വ്യക്തമാകുന്നു. അത് മരണത്തോടൊടുങ്ങുന്നതല്ല. മരണത്തോടൊടുങ്ങുന്നതാണ് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ അനിവാര്യമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ ഭൂമിയിൽ നിയമപാലകരുണ്ട്, നീതിന്യായ കോടതികളുണ്ട്. പക്ഷെ നീതി നടപ്പാക്കാൻ സാധ്യമാണോ? എന്തിനാണ് നിയമകോടതികളും നിയമപാലകരും എന്ന് ചോദിച്ചാൽ നീതി നടപ്പാക്കാൻ എന്നാണ്. പക്ഷെ നീതി നടപ്പാക്കാൻ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ സാധ്യമാണോ? ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ. എന്നെ കൊന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൾ ആഗ്രഹിച്ചു പോകും എൻ്റെ ജീവിത പങ്കാളിയെ കൊന്നാളെ ശിക്ഷിക്കണമെന്ന്. അനാഥരാകുന്ന കുട്ടികൾ കൊതിച്ചു പോകും ഞങ്ങളുടെ പിതാവിനെ കൊന്നവനെ ശിക്ഷിക്കണമെന്ന്. പരമാവധി സാധ്യമാവുക എന്നെ കൊന്ന ആളെ കൊല്ലിയാണ്. എന്നെ കൊന്ന ആളെ കൊന്നതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടുമോ? അനാഥരാകുന്ന കുട്ടികൾക്ക് പിതാവിനെ കിട്ടുമോ? നിങ്ങൾക്ക് ഈ കൂട്ടുകാരനെ കിട്ടുമോ? ഭൂമിയിൽ ആരെത്ര വിചാരിച്ചാലും നീതി നടപ്പാക്കാൻ സാധ്യമല്ല. പിന്നെ എന്തിനാണ് നിയമപാലകൻ നിയമക്കോടതി എന്ന് വെച്ചാൽ അത് വിശുദ്ധമാണ് പറഞ്ഞിട്ടുള്ള ഒലക്കും സമൂഹ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാനുള്ള ഉപാധി മാത്രമാണ് നിയമക്കോടതികളും നിയമ സംവിധാനങ്ങളും. നിഷ്കൃഷ്ടമായ നീതി ഭൂമിയിൽ നടപ്പാക്കുക സാധ്യമല്ല. സാധ്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ. ഹിറ്റ്ലറെ, മുസോളിനിയെ, സ്റ്റാലിനെ, മാവോവിനെ, ചെസസ്കുവിനെ ശിക്ഷിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിഞ്ഞോ? എത്ര കോടികളെയാണ് ഇവരൊക്കെ കൊന്നൊടുക്കിയത്? ഒരിക്കലും അസാധ്യമല്ല എന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറെ മതവിശ്വാസികൾ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നാസ്തികർ ചോദിക്കാറുണ്ട്, ദൈവം പരമകാരുണികനാണെങ്കിൽ, ദയാനിധിയാണെങ്കിൽ ഇവിടെ കണ്ണില്ലാത്ത മനുഷ്യരെ, കൈകാലുകളില്ലാത്തവരില്ലേ, കരുത്തരും ദുർബലരുമില്ലേ, പണക്കാരും പാവങ്ങളുമില്ലേ, ഈ ദൈവം കരുണാനിധിയോ ആണോ എന്ന് ദൈവത്തെ മാറ്റി നിർത്തും. എങ്കിൽ ഇതിനുത്തരം പറയേണ്ടത് ഈ പ്രപഞ്ചത്തിന് താളലയ നിബദ്ധമായ പ്രപഞ്ചത്തിൻ്റെ ചേതോഹാരിതയെക്കുറിച്ച് മനോഹരമായി സംസാരിക്കുന്നവർ പറയണം ഇതെന്താണ് പരിഹാരമെന്ന്. ഇസ്ലാമിന് പരിഹാരമുണ്ട്. ഇസ്ലാമിൻ്റെ പരിഹാരം എന്താണ്? തീർച്ചയായും ചോദ്യത്തിലൊരു പ്രസക്തി. സ്വന്തം മാതാപിതാക്കൾ ഉമ്മയെയും ഉപ്പയെയും കണ്ടിട്ടില്ലാത്ത, ജീവിത പങ്കാളിയെ കണ്ടിട്ടില്ലാത്ത, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പരസഹായം അനിവാര്യമായ കണ്ണു കാണാത്ത മനുഷ്യ അനുഭവിക്കുന്ന ജീവിത വേദനകൾക്ക് എവിടെയാണ് കമ്മ്യൂണിസത്തിൽ പരിഹാരമുള്ളത്? എവിടെയാണ് ഇതിന് ഭൗതികതയിൽ പരിഹാരമുള്ളത്? അതേസമയം ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഓരോ മനുഷ്യൻ ലഭ്യമായ സാധ്യത അനുസരിച്ചാണ് അവരുടെ ബാധ്യത. കണ്ണുള്ളവൻ്റെ അത്ര ബാധ്യത കണ്ണില്ലാത്തവർക്കില്ല. കൈകാര്യം ഉള്ളവരുടെ അത്ര ബാധ്യത ഇല്ലാത്തവർക്കില്ല. ആരോഗ്യവാന്റെ ബാധ്യത ദുർബലനില്ല. കരുത്തൻ്റെ ബാധ്യത ദുർബലനില്ല. ആണിൻ്റെ ബാധ്യത പെണ്ണിനില്ല, പെണ്ണിൻ്റെ ബാധ്യത ആണിനില്ല. ഓരോരുത്തർക്കും ലഭ്യമായ ദൈവദത്തമായ അള്ളാഹു കനിഞ്ഞേകിയ സാധ്യതയും സ്വാതന്ത്ര്യം എത്രയാണോ അത്രയാണ് ബാധ്യതകൾ. അത് പൂർത്തീകരിച്ചാലോ മനുഷ്യന്റെ മോഹ സാക്ഷാത്കാരങ്ങളുടെ ലോകം സ്വർഗലോകനെ കാത്തിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ആഗ്രഹങ്ങളെയും സാക്ഷാത്കരിക്കുന്ന സർവ്വസുന്ദരമായ സ്വർഗലോകമാണ് അവന് കാത്തിരിക്കുന്നത്. അത് ലംഘിച്ചാലോ അനിവാര്യമായ ശിക്ഷയും അവൻ ലഭിക്കും. അതിനാൽ ആരോടും അനീതിയില്ല. അതിനാലാണ് വിശുദ്ധ ഒന്നാമത്തെ ആയത്തിൽ അർ-റഹ്മാൻ റഹീം, പരമകാരുണ്യൻ കരുണാനിധി എന്ന് പറഞ്ഞതിനോട് ചേർന്ന് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു. പ്രപഞ്ചനാഥനായ മുസ്ലിങ്ങൾ ഇസ്ലാം തീർച്ചയായും ഊന്നി പറയുന്ന അള്ളാഹു പരമകാരുണ്യൻ കരുണാനിധിയാവുന്നത് മാലിക് യൗമിദ്ദീൻ ആവുമ്പോഴാണ്, വിധി ദിനത്തിന് ഉടമയാവുമ്പോഴാണ്. അഥവാ നിഷ്കൃഷ്ടമായ നീതി പുലരുന്ന ലോകത്തെക്കുറിച്ച പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. നീതിയെ ബോധമുള്ള ഏത് മനുഷ്യനും തൃപ്തി നൽകുന്നു. ഇവിടെ എന്താണ് കമ്മ്യൂണിസത്തിന് അല്ലെങ്കിൽ ഭൗതികർക്ക് പറയാനുള്ളതെന്ന് ഓർത്തു നോക്കും.
അപ്പോൾ അതാണ് തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നീതിബോധത്തെ തൃപ്തിപ്പെടുന്ന ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഭൂമിയിൽ കാണുന്ന ഈ അസന്തുലിതത്വത്തിന് പരിഹാരം കാണുന്നു. കാരണം ഇവിടെ അനീതിയുണ്ട്, അസന്തുലിതത്വമുണ്ട്. നീതി പുലരുന്ന ലോകം ഉണ്ടായേ തീരൂ. അസന്തുലിതത്വത്തിന് അറുതി വരുന്ന ലോകം ഉണ്ടായേ തീരൂ. ആ ലോകമാണ് പരലോകം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇസ്ലാമിൻ്റെ വിശ്വാസം മനുഷ്യാശിക്ക് എന്ത് നൽകുന്നു? ഒന്നാമതായി മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയാണ് നൽകുന്നത്, സമാധാനമാണ് നൽകുന്നത്. എല്ലാവരും അതാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ കമ്മ്യൂണിസത്തിന് മുദ്രാവാക്യം പോലും ഇസ്ലാമിൻ്റെ പാതി എടുത്തുകൊണ്ട് ലാൽ ഇസ്ലാമായത്. അതുകൊണ്ടാണല്ലോ ഹൈന്ദവ സഹോദരന്മാർ ഓം ശാന്തിയായത്. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ സഹോദരന്മാർ സലാമിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അസ്സലാമു അലൈക്കും ഉണ്ടായത്. ആ സമാധാനത്തിൻ്റെ സ്രോതസ് എവിടെയാണ്? എൻ്റെ ഒരു ജീവിതാനുഭവം, എൻ്റെ ഒരു വായനാനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം. വായനാനുഭവം സാക്ഷാൽ കാറൽ മാർക്സിനെ കുറിച്ചാണ്. കാറൽ മാർക്സിൻ്റെ ആൺകുട്ടികൾ ചെറുപ്പം മരിച്ചപ്പോൾ മുഷ് എന്ന പേരിൽ ഓമനപ്പേരിൽ അറിയിച്ച എഡ്ഗാർ മാത്രം ആ വാക്യമുണ്ടായിരുന്നു. എഡ്ഗാറിന് 8-9 വയസ്സായപ്പോൾ രോഗബാധിതനായി. അപ്പോൾ മാർക്സ് തൻ്റെ ആത്മമിത്രമായ ഫ്രെഡറിക് എംഗൽസിന് എഴുതി, എൻ്റെ കുഞ്ഞ് രോഗബാധിതനാണ്, ഞാൻ എൻ്റെ കുട്ടിൻ്റെ കട്ടിൻ്റെ അടുത്ത് തന്നെ എഴുന്നേറ്റ് പോകാറില്ല. അവസാനം മുഷ് മരണപ്പെട്ടു. അപ്പോൾ മാർക്സ് എഴുതുന്നുണ്ട്, ഫ്രെഡറിക് എംഗൽസ് എഴുതുന്നുണ്ട്, ദുഃഖം എന്താണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ ദുഃഖം എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ മുഷ് മരിച്ചു, എൻ്റെ മുഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അലക്സാണ്ടർ ഇത് സംബന്ധമായി സൂക്ഷിച്ചു വച്ചൊരു രേഖയിൽ മാർക്സിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, മകൻ്റെ ശവപ്പെട്ടിയോടൊപ്പം കുഴിയിലേക്ക് എടുത്തിയാടാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരൻ കാവൽ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അഥവാ തൻ്റെ മകൻ്റെ മരണവേളയിൽ വേർപാടിൻ്റെ വേദന കൊണ്ട് വിഹ്വലനായി വിഭ്രാന്തനായി മാറിയ മാർക്സ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എൻ്റെ ജീവിതാനുഭവമുണ്ട്. തൃശ്ശൂരിലൊരു വ്യാപാര കുടുംബത്തിൽ 5 അംഗങ്ങൾ സേലത്തുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി. ആ കുടുംബനാഥെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് സാഹിബേ, അള്ളാഹു നൽകിയ കുട്ടികൾ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം, താങ്കൾ പ്രാർത്ഥിക്കണമെന്ന്. ഇസ്ലാമിൻ്റെ വിശ്വാസം നൽകുന്ന ആശ്വാസമാണ് എന്നർത്ഥം, പ്രതീക്ഷയും പ്രത്യാശയുമാണ്. മതവിശ്വാസമില്ലാത്ത കേരളത്തിൻ്റെ ഒരുപക്ഷെ ഇടതുപക്ഷ തന്നെ സാംസ്കാരിക ഇടപെടലിൻ്റെ ശക്തനായ വക്താവ് കെനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, താങ്കൾ വിശ്വാസിയാണെന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. എങ്കിൽ അനുഭവിക്കുന്ന സൗകര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സൗകര്യമില്ലെന്ന് മാത്രമല്ല, മരണവീടുകളിൽ പോയാൽ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് 2 ഉദാഹരണം പറഞ്ഞു. ഒരു ഉദാഹരണം ഞാനിപ്പോൾ സമയക്കുറവാണ് വിട്ടേക്കാണ്. രണ്ടാമത്തെ ഉദാഹരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീര വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ്. 25-ാമത്തെ വയസ്സ് തൂക്കിയേറ്റപ്പെട്ട ഭഗത് സിംഗ് തൂക്കുമരത്തിനെ തണലിൽ വെച്ച് പറഞ്ഞു, ഞാനൊരു വിശ്വാസിയായിരുന്നെങ്കിൽ എനിക്കെന്തൊരാശ്വാസം കിട്ടുമായിരുന്നു എന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വീര വിപ്ലവകാരിക്ക് അതാണ് പറയാനുള്ളതെങ്കിൽ 24-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഭരണകൂടം കൊന്ന വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ മറ്റൊരു നേതാവ്, മറ്റൊരു വിപ്ലവകാരിയുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിന് പേര് വക്കം അബ്ദുൽ ഖാദർ എന്നാണ്. വക്കം അബ്ദുൽ ഖാദർ മരണത്തിന് തലേനാൾ സ്വന്തം പിതാവിന് എഴുതിയ ശ്രദ്ധേയമായ കത്ത് കേരളത്തിലെ ഉപപാഠ പുസ്തകത്തിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കും. അതിന് അവസാന വാചകം ഒരു വളരെ മനോഹരമായ കത്ത്. അസാധാരണമായ വിപ്ലവ വീര്യം തുടിച്ചു നിൽക്കുന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ കത്തിൽ അവസാനത്തെ വാചകൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും സംബോധന ചെയ്തുകൊണ്ട് സഹോദരനെയും സംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ അന്ന് നിങ്ങൾ അഭിമാന പുളകിതരാകും. കാരണം അത്രയേറെ ആത്മനിർവൃതിയോടെയാണ്, ആത്മസന്തോഷത്തോടെയാണ് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നതെന്ന് പറയുന്ന വക്കം അബ്ദുൽ ഖാദറും ഭഗത് സിംഗ് നമ്മൾ അന്തരം ഒരു വിശ്വാസിയും ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യൻ നമ്മൾ അനുഭവിക്കുന്ന മനഃശാന്തിയുടെ വ്യത്യസ്തയാണെന്ന്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, ഈ മനഃശാന്തി എവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ കിട്ടുക? അതുകൊണ്ടാണ് ലോകത്ത് നടക്കുന്ന ആത്മഹത്യകളിൽ 4-1 ചൈനയിലാണ്, 4-1 കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ്. ലോകത്താകെ നടക്കുന്ന ആത്മഹത്യയിൽ 4-1 ചൈനയിലാണ്. പിന്നെയോ നിരീശ്വരവാദികൾ, നാസ്തികരിൽ പ്രത്യേകിച്ച് നവനാസ്തികരിൽ ആത്മഹത്യ ശ്രമം 1,25,600 മുസ്ലിങ്ങളിലോ 0.1. അഥവാ ഇവിടുത്തെ നാസ്തിക സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യയുടെ 256 മാത്രമാണ് മുസ്ലിം സമൂഹത്തിലുള്ള 256 ഇരട്ടിയാണ് നാസ്തിക സമൂഹത്തിൽ. വിശേഷം കമ്മ്യൂണിസ്റ്റ് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ആത്മഹത്യയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യ മനസ്സിന് ആവശ്യമായി ശാന്തി ലഭ്യമല്ലാത്തൊരു ഊഷരമായി മാറിയ മനുഷ്യ മനസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഒരു ഭാഗത്ത്. ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയേണ്ടതില്ല, കാരണം ഒരു മൂല്യങ്ങളെയും ഒരു ഭൗതിക ദർശനം അംഗീകരിക്കുന്നില്ല. കമ്മ്യൂണിസവും അംഗീകരിക്കുന്നില്ല, നാസ്തികതയും മൂല്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം അവയെല്ലാം കപടമാണെന്നാണ് പറയുന്നത്. അവയെല്ലാം മതപരമായ കപട മൂല്യങ്ങളും കപട സദാചാരമെന്നാണ്. മൂല്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ലോകത്തിലെ ഏറ്റവും പ്രശസ്ത നാസ്തിക ദാർശനികൻ അതേക്കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ടെസ്റ്റ് ട്യൂബിൽ മനുഷ്യ മാംസം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യ മാംസത്തോ ഭക്ഷിക്കുന്നതിലുള്ള അറപ്പും വെറുപ്പും തീർന്നു പോകുന്ന
മനുഷ്യമാംസം കഴിക്കാനുള്ള വിഷം അങ്ങ് തീർന്നു പോകും. കാരണം ടെസ്റ്റ് ട്യൂബിൽ മനുഷ്യമാംസം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ട്. ഇതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയാണ് അതേക്കുറിച്ചുള്ള നിലപാട്. അവിടെയാണ് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ആയതുകൊണ്ട് തിരൂരായതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പലതവണ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ചമ്മരവട്ടമുള്ളത്. ചമ്മരവട്ടം സ്വദേശിയായ പ്രശസ്ത എഴുത്തുകാരനായ നമുക്കറിയാവുന്നവർ സി രാധാകൃഷ്ണനുണ്ട്. അദ്ദേഹം ഒരു ജീവിത അനുഭവം പലതവണ പറയുകയും കുറിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ തിരൂർക്കാരനായ ഒരു വെറ്റക്കച്ചവടക്കാരൻ, തിരൂരിലാണോ ഞാൻ സംസാരിക്കുന്നത്, തിരൂർക്കാരനായ വെറ്റക്കച്ചവടക്കാരൻ രാധാകൃഷ്ണൻ സഞ്ചരിക്കുന്ന തോണി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പൊന്നാനി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന രാധാകൃഷ്ണൻ ചമ്മരവട്ടത്ത് പൊന്നാനിലേക്ക് പോയിരുന്നത് തോണിയിലാണ്. അതെന്നും ഒരു ഒറ്റക്കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാളുടെ വർഷം 2 തരം വെറ്റക്കെട്ടുകളുണ്ടായിരുന്നു. ഒന്ന് തലേനാൾ അങ്ങാടിയിൽ കൊണ്ടുപോയി മടക്കി കൊണ്ടുവന്ന വാടിയ വെറ്റയുടെ കെട്ട്, മറ്റൊന്ന് അന്ന് രാവിലെ നുള്ളിയെടുത്ത പച്ചപ്പുള്ള തുടുപ്പുള്ള വെറ്റയുടെ കെട്ട്. ഈ 2 കെട്ടും എന്നും കൊണ്ടുപോകുന്ന കണ്ടുകൊണ്ടിരുന്ന രാധാകൃഷ്ണൻ ആ വെറ്റക്കച്ചവടനോട് ചോദിച്ചു, എന്തിനാണ്? കാരണം ഈ 2 കെട്ട് വെച്ച വാടിയ വെറ്റയ്ക്ക് പകരം നല്ല വെറ്റ, വാടിയ വെറ്റ നല്ല വെറ്റയുടെ അടുക്കി വെച്ചാൽ പോരെ, എന്നാൽ ഒരു കെട്ട് കൊണ്ടുപോയാൽ മതി, നല്ല വിലയും കിട്ടും. അല്ല, വെറ്റക്കച്ചവടക്കാരൻ പറഞ്ഞ മറുപടി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രാമ്യമായ ഭാഷയിൽ തിരൂരെ സാധാരണ നിരക്ഷരനായ, ഷർട്ട് ധരിച്ചില്ലാത്ത, കാലിൽ ചെരുപ്പില്ലാത്ത സാധാരണക്കാരനായ കച്ചവടക്കാരൻ്റെ ഭാഷയിൽ സി രാധാകൃഷ്ണൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും മക്കളെ പടച്ചോൻ കാണൂലേ, ഓൻ നമ്മളെ വെറുതെ വിടുവോൻ. ഈ വിശ്വാസമുള്ള വില്ലേജ് ഓഫീസർമാർ തൊട്ട് സെക്രട്ടേറിയറ്റ് വരെയുള്ള ഉദ്യോഗസ്ഥ ഈ രാജ്യത്തിൻ്റെ 10-1 ജീവിത വിശുദ്ധി ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ രാജ്യം എത്രമേ രക്ഷപ്പെടുമായിരുന്നു നിങ്ങൾ ഓർത്ത് നോക്കൂ. അഴിമതി കഥകൾ കൊണ്ട് നാറുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അഴിമതിയുടെ കഥകൾ കേട്ട് ഒരു പക്ഷേ മടുത്തു കഴിഞ്ഞ കേരളീയ സമൂഹത്തിനുമ്പിൽ ഈ ജീവിത വിശുദ്ധിയുടെ കഥയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സമയക്കുറവുകൊണ്ട് ഞാൻ പറയാതിരിക്കുക. നമ്മുടെ KP പ്രസന്നയുടെ ജീവിതാനുഭവം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കേണ്ടതാണ്. അത് ആത്മീയ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ജീവിത വിശുദ്ധിയാണ് രണ്ടാമതായി ഇസ്ലാം നൽകുന്നത്. മൂന്നാമതായി നൽകുന്നത് സന്തുഷ്ടമായ, സംതൃപ്തമായ, ഭദ്രമായ ഒരു കുടുംബ ജീവിതമാണ്. അതേസമയം പറയുമ്പോൾ പറയേണ്ടതുണ്ട്, കമ്മ്യൂണിസത്തിൽ കുടുംബമില്ല. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി എഴുതിയ പുസ്തകമുണ്ട്, വ്യക്തി, കുടുംബം, സമൂഹം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സോവിയറ്റ് യൂണിയൻ്റെ നല്ല കാലത്ത് സോവിയറ്റ് എംബസിയിലൂടെ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടിരുന്ന പുസ്തകമാണ് വ്യക്തി, കുടുംബം, സമൂഹം എന്ന കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും എഴുതിയ പുസ്തകം. അത് അദ്ദേഹം പറയുന്നത് മുമ്പ് കുടുംബം, അത് അദ്ദേഹം വിശേഷിപ്പിച്ച യുഗ്മ കുടുംബകാലം എന്നാണ്. അവർ വിശേഷിപ്പിച്ച യുഗ്മ കുടുംബകാലം, അതോ മാതൃ കേന്ദ്രീകൃതമായ കുടുംബകാലം. അന്ന് കുട്ടികൾ അച്ഛന്മാരെ തിരിച്ചറിയുമായിരുന്നില്ല, അമ്മമാർ മാത്രമേ കുട്ടികൾക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛന്മാർ, കാരണം അച്ഛൻ ആരാണെന്ന് അറിയില്ല, വിവാഹമില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയും, അന്ന് അഥവാ മാതൃ കേന്ദ്രീകൃതമായ നിലനിന്നിരുന്ന കാലത്ത് സ്വകാര്യ സ്വത്തുണ്ടായി. സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ സ്വകാര്യവൽക്കരിച്ചു. അതാണ് വിവാഹം എന്ന. വിവാഹത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇതെൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ നിങ്ങൾ ചോദിക്കൂ, കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും വിവാഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? മാർക്സും ഏംഗൽസും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് അത് സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ സ്വകാര്യവൽക്കരിച്ചതാണ് ഏകഭാര്യാത്വമെന്നും അതാണ് വിവാഹമെന്നുമാണ് മാർക്സും ഏംഗൽസും അവരുടെ വ്യക്തി, കുടുംബം, സമൂഹം എന്ന പുസ്തകത്തിൽ എഴുതിയത്. അപ്പോൾ ചോദിക്കും, എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാർ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ? ഫ്രെഡറിക് ഏംഗൽസ് കാൾ മാർക്സ് ജെന്നിയെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ? മാർക്സ് തൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരം നാസ്തിക നേതാവായ രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പരമ്പരാഗതമായി തുടർന്ന് വരുന്ന മതപാരമ്പര്യത്തിന് രക്ഷപ്പെടാൻ മതനിഷേധികൾക്ക് പോലും കഴിയുന്നില്ല. എന്താ സംഭവം വ്യക്തമാണ്. തലമുറയായി പകർന്നു വരുന്ന പാരമ്പര്യത്തിൻ്റെ മതപരമായ പാരമ്പര്യത്തിന് രക്ഷപ്പെടാൻ മതനിഷേധികൾക്കോ നാസ്തികർക്കോ പോലും കഴിയുന്നില്ല എന്ന്. അത് തന്നെയാണ് സംഭവം. അതാണ് യഥാർത്ഥത്തിലെ അവസ്ഥ. വിവാഹത്തെക്കുറിച്ചുള്ള ഇവരുടെ മാത്രം കാഴ്ചപ്പാടല്ല. വിവാഹം എന്നത് ആവശ്യമേ അല്ല എന്നാണ് യഥാർത്ഥത്തിൽ. സ്ത്രീ പുരുഷ ബന്ധത്തിന് വിവാഹം ആവശ്യമില്ല എന്നാണ് മാർക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നാസ്തിക ദർശനങ്ങളുടെയും കാഴ്ചപ്പാട്. എന്ന് മാത്രമല്ല, ആർക്കും ആരോടൊന്നിച്ച് ഉഭയസമ്മതമുണ്ടെങ്കിൽ ആർക്കും ആരോടൊന്നിച്ചും ജീവിക്കാമെന്നാണ് പറഞ്ഞത്. നാസ്തികരുടെ നാടുണ്ട്, ഫിൻലാൻഡ് എന്നാണ് പേര്. അവിടെ ഒന്നുകൂടി നിങ്ങൾ ഓർത്തോക്ക്, ഫിൻലാൻഡിൽ വീട്ടിൽ വളർത്തുന്ന കന്നുകാലികളുമായി രതിബന്ധം ഏർപ്പെടാമെന്ന മൃഗരതി അനുവദിച്ച നാടാണ് ഫിൻലാൻഡ്. മറ്റൊന്ന് നിങ്ങൾ പക്ഷേ കേട്ടിരിക്കും, ഒരു ലിബറൽ യൂത്ത് മൂവ്മെൻ്റ് ഉണ്ട്. അതാവശ്യപ്പെട്ടത് ശബരതി മാത്രമല്ല, ശബരതി അനുവദിക്കണം, മൃഗരതി അനുവദിക്കണം എന്നാണ്. എന്തിനാണ് നമ്മുടെ കോഴിക്കോട്ട് വെച്ച് നടന്ന ലിറ്റ്മസ് 19 ഉണ്ട്. ലിറ്റ്മസ് 19 എന്ന ഒരു പരിപാടി കോഴിക്കോട് നടന്നിരുന്നു. രവിചന്ദ്രൻ നേതൃത്വത്തിലാണ് നടന്നത്. അതിലെ പ്രഭാഷകൻ പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മയും മകനും, അച്ഛനും മകളും, സഹോദരനും സഹോദരനും രതിബന്ധം ഏർപ്പെടുന്നതിനെതിരെ ഒരു തടസ്സവും പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണ്. അതേക്കുറിച്ച് കോഴിക്കോട്
2019 അത് 2 വർഷം മുമ്പ് നടന്ന ലിറ്റ്മസ് 19 അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് അതാണ്. അഥവാ ഒരുവിധ സദാചാരത്തെയും അംഗീകരിക്കാത്ത. അത് അത്ഭുതമല്ല. കാരണം ഇതര ജീവജാലങ്ങൾ തുടർച്ചയാണെങ്കിൽ മനുഷ്യന് മാത്രം എന്തിന് സദാചാരം, എന്തിന് വിവാഹം എന്ന ചോദ്യം പ്രസക്തമാണല്ലോ. കാളയ്ക്കിന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും 4-ാം നാളും വേറെ വേറെ വേളി എന്നാണ് മലയാള കവി പാടിയത്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്നാണല്ലോ ആധുനിക സമൂഹത്തോട് ഭൗതികവാദികൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വിവാഹം അപ്രസക്തമായി മാറുകയാണ് ചെയ്തത്. കുടുംബവും അവിടെ അപ്രസക്തമായി മാറുകയാണ് ചെയ്തത്. ഇതിന് സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ഗോർബച്ചോവ് തൻ്റെ പെരിസ്ട്രോയിക്കൽ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്താണ് സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞപ്പോൾ കുടുംബം എന്ന സ്ഥാപനത്തെ അവഗണിച്ചതാണ് സോവിയറ്റ് യൂണിയൻ്റെ എല്ലാവിധ തകർച്ചയ്ക്കും കാരണമെന്ന് എഴുതിയ സോവിയറ്റ് ഭരണാധികാരിയായ സാക്ഷാൽ ഗോർബച്ചോവാണ്. അദ്ദേഹത്തിൻ്റെ പെരിസ്ട്രോയിക്കൽ വിശദമായ ഭാഗം എഴുതിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് വിവാഹം അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കല്യാണം കഴിക്കാറുണ്ടോ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPM പുതിയ തലമുറ പറയുന്നത് വിവാഹത്തിന് മാത്രമല്ല എതിര്, നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ആലിംഗനം ചെയ്യുന്ന ചിത്രം കലാലയങ്ങളുടെ കവാടങ്ങളിൽ വെച്ച് അതിലേക്ക് ക്ഷണിക്കുന്നവരായി യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും അവിടെ പുതിയ തലമുറയും മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. വിവാഹത്തെക്കുറിച്ച് എന്താണോ മാർക്സും ആംഗൽസും പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണോ നാസ്തിക സമൂഹം പറഞ്ഞത്, ഭൗതിക സമൂഹം പറഞ്ഞത്, അതിന് ഏതാണ്ട് കേരളത്തിലെ പുതിയ തലമുറ അതിന് പ്രചാരകരായി മാറിയിട്ടുണ്ട്. എനിക്കിവിടെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരോടും പ്രത്യേകിച്ച് യുവാക്കളുമാണ് രക്ഷിതാക്കളും പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ പുലർത്തേണ്ടതാണ്. ഈ സംഘവുമായുള്ള നിങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെടുന്നുവെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമാണ്. അവരെ ഈ അപകടകരമായ ആശയത്തിന്, അരാജകവാദത്തിൽ നിന്ന്, ഈ ലൈംഗിക അരാജകത്വത്തിൽ നിന്ന്, സദാചാര ലംഘനത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ആ സംഘങ്ങളുമായുള്ള ബന്ധത്തെ വേർപ്പെടുത്തുവാൻ ആസൂത്രമായി ബോധപൂർവമായി നിരന്തരമായ യത്നത്തിലൂടെ നിങ്ങൾ ശ്രമിച്ചേ തീരൂ. അല്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികളും നമ്മുടെ കലാലയങ്ങളുടെ കവാടങ്ങളിൽ SFI എഴുതി വെക്കുന്ന പോലെ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ആലിംഗനം ചെയ്യുന്ന ചിത്രം വരച്ചു വെച്ച് അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു തലമുറയായി അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹം മാറാതിരിക്കണമെങ്കിൽ തികഞ്ഞ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് സന്ദർഭത്തിൽ പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടാണ്. അതായത് ഇസ്ലാമിൽ തീർച്ചയായും അതൊരിക്കലും ശാരീരിക ബന്ധമല്ല, ഭൗതികതയിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ശരീര കേന്ദ്രീകൃതമായി മാറിയപ്പോഴാണ് കുടുംബവും ശരീര കേന്ദ്രീയമായി മാറിയത്. അവിടെ ശാരീരിക ബന്ധത്തെക്കുറിച്ച് മാത്രമേ പറയേണ്ടതുള്ളൂ. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ലല്ലോ വിവാഹത്തെ കാണുന്നത്. അത് ആത്മീയമായ അനുഭൂതിയ ലോകമാണ്. കുടുംബം എന്നൊരു ദൈവിക സ്ഥാപനമാണ്. അത് രൂപപ്പെടുന്ന വിവാഹം വിശുദ്ധമായ പുണ്യകരമായ ഒരു ആരാധനാകർമ്മമാണ്, മഹത്തായ ഒരു കർമ്മമാണ്, ഒരു ദീനീ കാര്യമാണത്. ആ സ്ഥാപനത്തിന് അള്ളാഹു നൽകിയ പേര് സ്വന്തം പേരാണ്, റഹ്മ എന്നാണ്. ഉമ്മയുടെ ഗർഭാശയത്തിനും കുടുംബത്തിനും അള്ളാഹുവിനും വിശുദ്ധ ഒരേ പദമാണുള്ളത്, റഹ്മ എന്ന പദമാണുള്ളത്. അത് രൂപപ്പെടുന്ന വിവാഹമോ പുണ്യമാണ്, ആരാധനയാണ്, സൽക്കർമ്മമാണ്, പ്രതിഫലകരമായ കാര്യമാണ്. അവസാനിച്ചില്ല. അതിലൂടെ രൂപപ്പെടുന്ന ദാമ്പത്യമോ അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പറഞ്ഞു, ശരീരത്ത് സംവാദകാലത്ത് പറഞ്ഞു, ഇഷ്ടമുള്ള പെണ്ണിനെ ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിച്ച് ഇഷ്ടമുള്ള അത്ര കാലം ഇഷ്ടമുള്ള വിധം ജീവിച്ച് ഇഷ്ടമില്ലാതെ വരുമ്പോൾ ഇഷ്ടമുള്ള പോലെ ഒഴിവാക്കാൻ സ്വാതന്ത്ര്യമുള്ള സമൂഹമാണ് സോഷ്യലിസ്റ്റ് സമൂഹം എന്നാണല്ലോ എഴുതിയത്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ദാമ്പത്യത്തെ ശാരീരികക്കപ്പുറം ആത്മീയതയുടെ ലോകമായാണ് കാണുന്നത്. എല്ലാ ശാരീരിക ദുഃഖങ്ങളും പ്രയാസങ്ങളും മറന്നു പോകുന്ന അസാധാരണമായ ആത്മബന്ധത്തിൻ്റെ കഥയാണത്. അതിനാണ് ബൈനക്കും അബദ്ധത്തം റഹ്മ, സ്നേഹവും കാരുണ്യവുമാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു ജീവിതാനുഭവമുണ്ട്, എൻ്റെ ഒരു വായനാനുഭവമുണ്ട്. ജീവിതാനുഭവം എൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരി കയറി വന്നു. ഫരീദ എന്നാണ് അവളുടെ പേര്. എന്നോട് പറഞ്ഞു, ആ കാറിൽ ഒരാളുണ്ട്, കാണണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരാൾ കിടക്കുന്നുള്ളൂ. തല മാത്രമേ അനങ്ങുകയുള്ളൂ, കൈകാലുകൾ അനങ്ങുകയില്ല, ശരീരം മുഴുവൻ തളർന്നിരിക്കുന്നു. അപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സായി അവർ വിവാഹിതരായി 28 ദിവസം ഒന്നിച്ച് ജീവിച്ചു. പിന്നീട് ഗൾഫിലേക്ക് പോയി, തിരിച്ചു വന്നു. 1 മാസം ഒരുമിച്ച് ജീവിച്ചു, വീണ്ടും പോയി. 2ാമത്തെ വരവിൽ പൂനെയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ബഷീർ എന്ന ചെറുപ്പക്കാരന് നട്ടലിന് ക്ഷതം പറ്റി, ശരീരം തളർന്നു. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടപ്പോൾ തല മാത്രം അനക്കുന്നു. പിന്നീട് ഫരീദ വായിൽ ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, പാർലമെന്റ് എല്ലാ കാര്യവും നിർവഹിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആ കുടുംബം സ്വാഭാവികം പെരിങ്ങത്തുള്ള കുടുംബവുമായി അടുത്തിടപഴകേണ്ടി വന്നു. അവർക്ക് അല്പം ആശ്വാസം നൽകാൻ എൻ്റെ ജീവിത ബാധ്യതയായി മാറി. ഒരു ദിവസം ഫരീദ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്ന് ഉടനെ വരണം, ബഷീർക്ക് സുഖമില്ല. ഞാൻ അവിടെ ഓടിയെത്തിയപ്പോൾ ബഷീർ ലാസ്റ്റ് മൂമെൻ്റാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, നമ്മൾ ബഷീർക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ കാര്യം മെല്ലെ ഫരീദെ ധരിപ്പിച്ചപ്പോൾ ഫരീദ പൊട്ടിക്കരയുകയാണ്. 19 വർഷം കേവലം 56 ദിവസത്തെ ദാമ്പത്യത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ഈ സ്നേഹപ്രപഞ്ചത്തിൽ അവർ 19 കൊല്ലം തൻ്റെ പ്രിയപ്പെട്ടവനെ
വെള്ളവും അന്നപാനീയങ്ങൾ നൽകി പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ശുശ്രൂഷിച്ച് അപ്പോൾ മരിക്കുകയാണെന്ന് പൊട്ടിക്കരഞ്ഞ ഫരീദയുടെ ചിത്രം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകമുണ്ട്, സന്തുഷ്ട കുടുംബം എന്ന പുസ്തകം, അതിൽ ഞാൻ അനുബന്ധമായി കുറിച്ച് വെച്ചു. അള്ളാഹു അനുഗ്രഹത്താൽ എൻ്റെ ഫരീദയുടെ കഥ ഇന്ന് ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, മറാഠിയിലുണ്ട്, മലയാളത്തിൽ എന്ന പോലെ ഇതെൻ്റെ ജീവിതാനുഭവമാണ്, എൻ്റെ വായനാനുഭവമുണ്ട്. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു, കുടുംബിനി ബോധം കെട്ടി നിലത്ത് വീണു. ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ വെച്ച് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഖം കാണാൻ അനുവദിക്കരുതേ എന്ന്. അങ്ങനെ ജീവിത പങ്കാളി മുഖം കാണാൻ അനുവദിക്കാതെ ദീർഘമായ കാലം കൊണ്ടുവന്നു. അവസാന ദിവസം മുഖം കണ്ടു. അപ്പോൾ പറഞ്ഞു എൻ്റെ മുഖം, അയ്യോ എൻ്റെ മുഖമെന്ന്. കാരണം ഇരു കവിളുകളും കുഴികളുണ്ടായിരുന്നു, നെറ്റി വികൃതമായിരുന്നു. അപ്പോൾ ജീവിത പങ്കാളി ഭർത്താവ് അടുത്തിയെന്ന് ചുമലി കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ പ്രയാസപ്പെടണ്ട, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്, നീ എനിക്കുള്ളതാണ്, ഞാൻ നിനക്കുള്ളതാണ്. ആ ചേർത്ത് വെക്കലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ പ്രപഞ്ചമുള്ളത്. അപ്പോൾ ചോദിച്ചേക്കാം, എല്ലാ മുസ്ലിം ദമ്പതികൾ ഇങ്ങനെയാണോ എന്ന്. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള പ്രയാണത്തിൽ ഒരു പക്ഷേ 100% വിജയിക്കുന്നവരുണ്ടാവും, 50% വിജയിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഈ സ്നേഹകാരുണ്യത്തിന് മഹാപ്രപഞ്ചം അത് കൂട്ടിയിണക്കുന്ന കുടുംബം ആണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ പേര് നൽകിയത്. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കാൻ. പക്ഷെ സമൂഹത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നാലെ വരുന്നത് സംസാരിക്കും. സമൂഹത്തെക്കുറിച്ച് ഒറ്റ കാഴ്ചപ്പാടുണ്ട്. എന്താ വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാ, കയ്യൂക്കുള്ളവൻ കാര്യക്കാൻ ഒറ്റ ഭാഷയിൽ പറഞ്ഞ അതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് നാടുകളിലൊക്കെ സംഭവിച്ചത്. അതാണ് നിങ്ങൾക്കറിയാമല്ലോ. കേവലം 70 വർഷം കൊണ്ട് 9,40,00,000 അവർ കൊന്നൊടുക്കിയത്. ഇത് പറയുന്നത് ഏതെങ്കിലും മതവിശ്വാസിയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംബന്ധമായ സംശയമുണ്ടെങ്കിൽ VR 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗമായിരുന്ന VR കൃഷ്ണയ്യരുടെ കമ്മ്യൂണിസ്റ്റ് നാടുകളിലൂടെ എന്ന പുസ്തകം വായിച്ചാൽ മതി. മൂലധനം ദാസ് ക്യാപിറ്റൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് K. ദാമോദരൻ്റെ പുസ്തകം നിങ്ങൾ എടുത്താൽ വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും മതവിശ്വാസികൾ പറയുന്ന സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകൾ എഴുതി വെച്ച EMS നമ്പൂതിരിപ്പാട് അതേക്കുറിച്ച് എഴുതിയെന്താ? അന്ന് ഞങ്ങൾക്കിതൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാലിനൊക്കെ പിന്തുണ ചെയ്യുന്ന എഴുതിയത്. അഥവാ ഇത്രയേറെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു മടിയും കാണിക്കാത്ത, മനുഷ്യ ജീവന് വിടം കൽപ്പിക്കാത്ത ഭൗതിക ദർശനം കമ്മ്യൂണിസ്റ്റ് ഒരു ഭാഗത്താകുമ്പോൾ ഒരാളെ കൊല്ലുന്ന മുഴുവൻ ആളുകളെ കൊല്ലുന്ന പോലെ പാപമാണെന്ന് പഠിപ്പിച്ച, കുറ്റമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ദർശനം. ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരമുണ്ട്. അവയ്ക്കിടയിൽ അന്തരം ഇൻഷാ അല്ലാഹ് പിന്നാലെ വരുന്നവർ വിശദീകരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരമൊരു കാലത്ത്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ നീണ്ട നൂറ്റാണ്ടുകളുടെ ദശാബ്ദങ്ങളുടെ സൗഹൃദത്തിന് പാരമുള്ള കേരളത്തിലെ സാമുദായിക സൗഹൃദത്തെയും മതമൈത്രിയെയും ഈ സാമൂഹ്യ അന്തരീക്ഷത്തെയും കലുഷിതമാക്കുന്ന സൗഹൃദത്തിൻ്റെ സംവാദത്തിന് എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് മനുഷ്യവിരുദ്ധമായ പുരോഗതിയെ, മനുഷ്യവിരുദ്ധമായ എല്ലാം പുരോഗതിക്കും പിന്തുണയ്ക്കുന്നു. അതിനെ എതിർക്കുന്നവരെല്ലാം രാജ്യത്തെ അപകടകാരികളിൽ നിന്ന് മുദ്ര കുത്തുന്ന ദർശനം ഇന്ന് അപകടകരമാണ്. അപ്പോൾ ഈ സമൂഹ ജീവിതത്തിന് അപകടകരമാണ്, ജനതയ്ക്ക് അപകടകരമാണ്, വിശ്വാസികൾക്ക് അതിനേക്കാൾ അപകടകരമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ നൂറ്റാണ്ടുകളിൽ തുടർന്ന് വന്ന സകലമായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കുമെതിരായ, എല്ലാ സൗഹൃദാന്തരീക്ഷത്തിനുമെതിരായ, ഈ രാജ്യത്തിലെ ജനങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന, ഫാസിസത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ ദർശനത്തെ സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് അകപ്പെട്ടുപോയി രക്ഷപ്പെടുത്താൻ തീവ്രയത്നത്തിൽ ഓരോരുത്തരും പങ്കാളികളാകണമെന്നും ഈ കാലത്ത് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ജിഹാദ് അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ, കരുണാനിധി അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂറുൽ മുദ്നിബീൻ വറഹംനാ യാ അർഹമർ റഹീമീൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.